എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എൻ്റെ പിന്നിലിരിക്കുന്ന കുറച്ച് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലേശം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്ക ബീഹാറിൽ പോയതുപോലെ രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ വേഗം ഓടിപ്പോയിക്കോ. ഇതിനേക്കാളും വലിയ സമരം നാളെ ഇവിടെ ആഞ്ഞടിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ 18,000-ലധികം വോട്ടിൽ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാലക്കാട് ടൗണിനകത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ ആളുകളാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇനിയും വേണമെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. 5 അല്ല 15,000 പെൺകുട്ടികൾ ഇതാ വരാൻ വേണ്ടി പോകുകയാണ് നിങ്ങളുടെ ബാക്കിലേക്ക്. 1 2 അല്ല. ഹായ്, സുഖമല്ലേ, ഗ്ലാമർ അല്ലേ, നാച്ചുറൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. അതും ഏതിലാണ്? ഗൂഗിൾ പേയില്, ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്കാക്കി, വാട്സപ്പിൽ ബ്ലോക്കാക്കി, അവസാനം ഒന്നുമില്ല എന്നപ്പോ ഗൂഗിൾ പേയിലാണ് മെസ്സേജ് അയച്ച് കളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ഹൂ കെയർസ് എന്ന്. എല്ലാവരും കെയർ ചെയ്യാനുണ്ട്. SFI ഉണ്ട്, ഇവിടെ DYFI ഉണ്ട്. രാഹുലേ, നീ പറഞ്ഞു നടന്നില്ലേ വിജയ എന്ന്? നീ പറഞ്ഞില്ലേ നിങ്ങൾ ഇത്ര നാള് വ്യാജ എന്ന് പറഞ്ഞില്ലേ എന്ന്? ഇനിയും ഞങ്ങൾ പറയും വ്യാജ എന്ന്, ഇനിയും പറയും കള്ള എന്ന്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് പീഡനവീര എന്നാണ്. അപ്പൊ അതുകൊണ്ട് നീയെ ആ അടൂരിലെ വീട്ടിലേക്ക് ഒതുങ്ങിക്കോ. അവിടെ മാത്രമേ നിനക്ക് ഇനി ഒരു വലയത്തിൽ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. ആ വീട്ടിൻ്റെക്ക് പുറത്തിറങ്ങിയാൽ നിന്നെ SFI കൈകാര്യം ചെയ്യും. ഞങ്ങൾ ഇവിടെ തെരുവിലുണ്ട്. നീ ഇവിടുത്തെ പാവപ്പെട്ടവരെ വോട്ട് വാങ്ങി പറ്റിച്ച്, ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇവൻ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയതാണ്, ഇവൻ വ്യാജനാണ്, ഇവൻ എല്ലാ ഫണ്ടുകളും മുക്കുന്ന കള്ളനാണ്. എന്തിനധികം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് വരെ മെസ്സേജ് അയക്കുന്നവനാണ്. നമുക്ക് പരിശോധിക്കണം കരുണാകരന്റെ മകള് എന്തിനാണ് BJP-യിലേക്ക് പോയത് എന്ന് ഈ നിമിഷത്തിൽ പരിശോധിക്കണം. എന്തെന്ന് വെച്ചാൽ ആർക്കൊക്കെയാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? സോണിയാഗാന്ധിക്ക് വരെയാണ് അയച്ചിരിക്കുന്നത് മെസ്സേജ്. ഹായ്, സുഖമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും ഈ നാടിനകത്തു മലിനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. ആ മലിനത്തെ സംരക്ഷിക്കാൻ KSUക്കാരോ കോൺഗ്രസുകാരോ യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരില്ല. DCC പ്രസിഡന്റോ പ്രധാനപ്പെട്ട നേതാക്കളോ വന്നില്ല. പക്ഷെ ഇക്ക 5 ആളുകളെ ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇക്ക പറഞ്ഞാൽ കേൾക്കുന്ന 5 ആളുകൾ, അതിലൊരു പെൺകുട്ടിയും നിൽക്കുന്നുണ്ട്. എനിക്കാകെ പ്രയാസകരമായി ഇനി അവിടെയും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴി എല്ലാ സമയത്തും നല്ല തിരക്കാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു തിരക്കും അവിടെ കാണുന്നില്ല. സാധാരണ പെൺകുട്ടികളാണ് അവിടെയെല്ലാം കൂടുതൽ നിൽക്കുക. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ഘാടനമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നില്ല പാലക്കാട് ജില്ലയിൽ. അത്രയധികം മലിനമായി നീ മാറി. നീ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ MLA സ്ഥാനവും രാജിവെച്ച് കേരളം വിട്ട് കാശിയിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞേക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.